ഹലോ, ദിസ് ഇസ് സച്ച് എ ബിഗ് ഡേ ഫോർ മീ. ഞാൻ ആദ്യം അതിനെ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. സിക്കാപ്പ് ഇന്നും ഓപ്പൺ ആവുകയാണ്. എൻ്റെ കുറേ കാലത്തെ കുഞ്ഞാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്, പക്ഷേ ഇതുവരെ ഒരു ധൈര്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തുടങ്ങാൻ. കൂടെ തന്ന എൻ്റെ യൂണിവേഴ്സിനും എൻ്റെ ബോഡിക്കും എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ കൂടെ സപ്പോർട്ടായിട്ട് പ്രാർത്ഥനയായിട്ട് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. എൻ്റെ മദർ ഇൻ ലോ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. ആൻഡ് ഓൾസോ അച്ഛനിപ്പോൾ ഇല്ല കൂടെ, പക്ഷേ അച്ഛൻ്റെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയും വേഗത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. ആൻഡ് ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് ബ്രദറാണ്. കുറേ കാര്യങ്ങളിൽ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പോയിട്ട് വാങ്ങിച്ചത് എൻ്റെ ബ്രദറിൻ്റെ അടുത്തു നിന്നാണ്. പിന്നെ ബ്രദറിനും അതുപോലെ തന്നെ എല്ലാവരോടും എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരില്ല എന്നുള്ള അത്രയും ആൾക്കാർ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യാണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, സോറി. ഫസ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറയണം. ഹസ്ബൻഡ് ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് നോ പറയാറില്ല. എൻ്റെ ഏത് കാര്യത്തിലും ഇടപെടാറില്ല. ഏത് രാത്രിക്കും എനിക്ക് എവിടെയും ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം എല്ലാത്തിനും കൂടെ നിൽക്കണ എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ കുട്ടികൾക്ക്, എസ്പെഷ്യലി എൻ്റെ മോന് എൻ്റെ പ്രൈസ് ടാഗിൻ്റെ കാര്യത്തിൽ താങ്ക് യു നോട്ടൊക്കെ ഞാൻ വേറെ പ്രൊഫഷണലായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷേ സ്റ്റിൽ അവൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിലിങ്ങനെ കൊടുക്കാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അമ്മ ഇതിങ്ങനെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലതും പറഞ്ഞത് അവന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ഒട്ടൻ്റെ സുപ്രഭാതത്തിൽ തോന്നിയൊരു തോന്നലാണ് തുടങ്ങാം, ഇനി വൈകിക്കണ്ട, ഇനി തുടങ്ങാമെന്ന്. അത് രാത്രിയായിരുന്നു. രാത്രി നേരിട്ട് ഞാൻ എൻ്റെ സുഹൃത്തായ അതുലിനെ വിളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്യിപ്പിച്ച്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഫോട്ടോഗ്രാഫറാണ്. അപ്പം പുള്ളിയാണ് എനിക്ക് പേജ് ഓപ്പൺ ചെയ്ത് തന്നത്, ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസ്, എൻ്റെ വീഡിയോസ് എഡിറ്റിങ്, എൻ്റെ പ്രൈസ് ടാഗ്, അതുപോലെ താങ്ക് യു നോട്ടൊക്കെ എല്ലാം ചെയ്ത് തന്നത് പുള്ളിയാണ്. അതിന് പുള്ളിയോട് ഒരുപാട് താങ്ക് യു. അത് കഴിഞ്ഞ് ഈ പേര് കിട്ടിയ ഉടനെ ഞാൻ അത് രാത്രി എൻ്റെ മറ്റൊരു സുഹൃത്തായ ഹൃദ്യക്ക് അയച്ചു കൊടുത്തു. ഹൃദ്യ അന്ന് രാത്രി ഉറക്കമൊഴിച്ച് ഇരുന്നിട്ടാണ് എനിക്ക് ആ ലോഗോ ചെയ്തു തന്നത്. അതിന് എങ്ങനെയൊക്കെയാണ് ഇവരോടൊക്കെ നന്ദി പറയാമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ശരിക്കും എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള ഒരു പേരിലേക്ക് എത്തിയ ഒരാളല്ല റിനീഷ്. റിനീഷ് ഏട്ടൻ ഭയങ്കര ഹെൽപ്പായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ് ആക്ച്വലി. ഈ ഒരു മേഖല തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു അഭിപ്രായമൊക്കെ എടുക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ കൂടെ നിന്ന് ഇന്നലെ വരെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കും ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനും ഇപ്പോൾ എനിക്ക് എവിടെ നിന്നോ തുടങ്ങിയതാണ്. ഇപ്പം എങ്ങനെ ഇതിലേക്ക് ഇറങ്ങണം എന്നുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് എൻ്റെ മൊത്തം കൂടെ ഒരു ദിവസം മുഴുവനായിട്ട് മാറ്റി വെച്ച് കൂടെ നിൽക്കാന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് മുഴുവൻ ദിവസവും മാറ്റി വെച്ചിട്ട് കൂടെയാണ് അദ്ദേഹത്തിന്. പിന്നെ എൻ്റെ സ്റ്റാറ്റസ് ഞാൻ വെറുതെ ഒരു പേജ് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോഴേക്കും അത് ഫോളോ ചെയ്ത് അത് സ്റ്റാറ്റസ് എടുത്തിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക്, ഫോളോ ചെയ്ത എല്ലാവർക്കും, അതുപോലെ ഞാനിങ്ങനെ ഒരു പേജ് തുടങ്ങുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പലരും ഇങ്ങോട്ട് വന്നിട്ട് എന്ത് സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്, ഇവിടെ മാർക്കറ്റ് ഞാൻ എടുത്തു തരാം, ഇവിടെ ഞാൻ ചെയ്തു തരാം, ഇവിടെ അത് ഞാൻ ആക്കി തരാം എന്ന് പറഞ്ഞ് കൂടെ നിന്ന് എല്ലാവർക്കും. പിന്നെ താങ്ക് യു നോട്ട്സായിട്ട് അവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്ക് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഹെൽപ്പായിട്ട് തന്ന എല്ലാവർക്കും. ആരും ഒന്നും ബെനിഫിറ്റും എടുത്തുകൊണ്ട് ചെയ്തൊരു കാര്യമല്ല. VK ചേട്ടനോടും ശ്രീകാന്ത് ചേട്ടനോടൊക്കെ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് ദിലുവിനോട് ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല. നന്ദ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ലേഡിയാണ്. അപ്പം അവരൊക്കെ അത്രയും ടൈം എടുത്തിട്ട് എനിക്കത് ചെയ്തു തന്നതിൽ ഭയങ്കര സന്തോഷം. ദിലുവിനോട് ഞാൻ ചോദിച്ചതല്ല, ദിലുവിൻ്റെ സുഹൃത്ത് എൻ്റെ ചേച്ചിയാണ്. ദിലുവിൻ്റെ ചേച്ചി എൻ്റെ സുഹൃത്താണ്. പുള്ളിക്കാരിനെ വിളിച്ച് ദിലുവിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചായിരുന്നു പറഞ്ഞ് അവൾ ചെയ്യിപ്പിച്ച് കൊണ്ടുതന്നത്. ദിലുവിനോട് ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല. താങ്ക് യു ദിലു സോ മച്ച്. ഇത് മൊത്തം ഞാൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ടാണോ എന്തോ ചെറിയ ടങ് സ്ലിപ്പൊക്കെ ഉണ്ട്, സോറി. ഇനി ഇത് മാറ്റിയെടുക്കാൻ വയ്യ. ഇനി ആരെങ്കിലും വിട്ടു. ഇതിപ്പോൾ 3ാമത്തെ തവണ ഓരോരുത്തരെ വിട്ടുപോയിട്ട് വീണ്ടും എടുക്കുന്നത്. പിന്നെ എല്ലാത്തിനും കൂടെ നിന്ന് ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തതിൽ ഇപ്പോൾ ഒരു
14-15 പീസേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ബുക്ക്ഡാണ്. അപ്പം അങ്ങനെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനത്, എൻ്റെ ഫാമിലീസ് എല്ലാം അല്ലാതെ അറിഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നോക്കിയിട്ട് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതിന് ആ സുഹൃത്തുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒരുപാട് നന്ദി. പിന്നെ ആദ്യമായിട്ടൊരു ബൾക്ക് ഓർഡർ, എൻ്റെ ഫസ്റ്റ് സെല്ലിങ് ഒരു ബൾക്ക് ഓർഡറാണ്. ആ ബൾക്ക് ഓർഡർ എനിക്ക് തന്ന ഷാഫി, അതും ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. എനിക്ക് ഇത്ര സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 30 തന്നത് പുള്ളിയാണ്. അപ്പം എനിക്കറിയില്ല, യൂണിവേഴ്സ് ഇത്രയും ആൾക്കാരെ നമ്മളെ ഒരുപാട് ആഗ്രഹിക്കുമ്പം ചുറ്റും ഒരുപാട് പേര് കൂടെ നിൽക്കുന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഇതിൽ പേര് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുറേ പേരുണ്ട്. എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. നീ തുടങ്ങിക്കോ, ഞാനുണ്ട് ബാക്കിൽ നിന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. ലവ് യു ഓൾ.